യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയിട്ട് ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വരാൻ വരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെയും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് അനർത്ഥ ദിവസത്തെ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച തിരുനിവാസത്തിൻ്റെ മറവിൽ നിന്നെ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പല പ്രയാസങ്ങളും ഭാരങ്ങളുടെ മധ്യേ തളർന്നു പോകുമെന്ന് ചിന്തിച്ച ഇടങ്ങളിൽ നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കലോ സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുവാനായിട്ടിടയായിത്തീരും, നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ടിടയായിത്തീരും. നാം അറിയുന്നതിനേക്കാളും നമ്മെ നന്നായിട്ട് അറിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നമ്മൾ നടക്കേണ്ടത് പാതയിൽ നമുക്ക് വേണ്ടതൊക്കെയും തന്ന് ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയത്തിലും ആ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആമേ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പ്രതിസന്ധിയുടെ നടുവേ ദൈവം നിങ്ങൾക്കായി വഴി തുറക്കും. സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. മുൻപോട്ടോ പിറകിലോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കാൻ പറ്റാതെ നിൽക്കുന്ന അനുഭവത്തിലായിരിക്കാം കടന്നു പോകുന്നത്. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു തരും. ഇതുവരെയും കാണാത്ത, ഇതുവരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയായിരിക്കാം, നിങ്ങളെ പിറകിലുള്ള പ്രതികൂലത്തെ ആയിരിക്കാം, ഇടത്തും വലത്തും നിൽക്കുന്ന പ്രതിസന്ധികളെ ആയിരിക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന വഴി കാണും. ഹല്ലേലൂയ. പ്രതിസന്ധി കഴിഞ്ഞിട്ട് വഴി തുറക്കുന്നൊരു ദൈവമല്ല, പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നിങ്ങൾ നടന്ന് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് എത്തേണ്ടതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവം. ആമേ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 22 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഇവിടെ വ്യക്തമായി കടന്നു, കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. സ്തോത്രം. ഇപ്പോൾ കലം പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും വിളിച്ചു പറയണ, അവരുടെ മുമ്പിൽ നിന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. അങ്ങനെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി ഞാനും എൻ്റെ കുടുംബവും നടന്ന് കയറുമെന്ന് ഈ പൽക്കാലം വിശ്വസിച്ച് പറയുക. വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ഇതുവരെയും കാണാത്ത ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്ര ഹല്ലേലൂയ. ജനം ഭയപ്പെട്ട രാത്രി തന്റെ ജനത്തിനു വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതായ ദൈവം അവരുടെ ആ ഭയപ്പെട്ട രാത്രി തന്നെ അവർക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചതായ ദൈവം ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലെ, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നീ വാഗ്ദത്തത്തിലേക്ക് കടക്കേണ്ടതിനായിട്ട് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന പകൽക്കാലം അത്രേ. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗമത്രേ. കടന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ മുമ്പിൽ ചെങ്കടൽ നിൽക്കുന്ന അനുഭവം. പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിസ്രൈമ്യർ രഥങ്ങളും കുതിരകളുമായിട്ട് പാഞ്ഞ് ഇവരെ പിടിക്കും, കൊള്ള പങ്കിടും, ഇവരെ തിരിച്ച് അടിമകളാക്കും എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ഒരു കൂട്ടം പേർ
ഇടത്തും വലത്തും ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ മലകൾ നിൽക്കുന്ന ഒരു അനുഭവം. എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി. നാം പറയാറില്ലേ, തീക്കകത്തു കൂടി കടന്നു പോകുന്ന സാഹചര്യം. 4 സൈഡിൽ നിന്നും പ്രതികൂലങ്ങൾ. അതുപോലെ 4 സൈഡിൽ നിന്നും ഇസ്രായേൽ ജനതയ്ക്കെതിരായിട്ട് പ്രതികൂലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നപ്പോ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കൊണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. അവിടെ ദൈവിക വാഗ്ദത്തത്തെ മോശയിൽ കൂടെ ദൈവം തന്റെ ജനത്തിന് കൊടുക്കുമ്പോ അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇതൊക്കെ പറയുന്ന ആ ഒരു ടൈമില് അപ്പോൾ യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തോ, മുന്നോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. സ്തോത്രം. പ്രിയ മക്കളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ട് നീ പിന്നിലേക്ക് പോകുവാനല്ല, നീ കടന്നു വന്ന അടിമത്വത്തിലേക്ക് വീണ്ടും അടിമത്വത്തിലേക്ക് പോകുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണമെന്നത്രേ. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ നീ വാഗ്ദത്തം കണ്ട് ഇറങ്ങിയ വ്യക്തിയായിരിക്കാം, വാഗ്ദത്തത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയ വ്യക്തിയായിരിക്കാം, നിന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തത്തെ കേട്ടിറങ്ങിയതായിരിക്കാം. പക്ഷേ നിനക്ക് ഒരു പടി പോലും സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ നിന്റെ മുമ്പിൽ ശത്രു നിന്ന് വെല്ലുവിളിക്കുമ്പോ, പ്രതിസന്ധികൾ നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ, നീ വാഗ്ദത്തത്തിൽ കയറുന്നത് ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് നിനക്കെതിരെ വെല്ലുവിളികൾ പാഞ്ഞ് കയറി വരുമ്പോ, പ്രിയ ദൈവ പൈതലേ സ്തോത്ര, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് ഇസ്രായേൽ ജനതയെ ഉണങ്ങിയ നിലത്തുകൂടെ അവരുടെ വാഗ്ദത്തത്തിലേക്ക് കയറ്റി വിടുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തത്തിന്റെ എൻട്രി തുറക്കുന്ന പകൽക്കാലം അത്രേ. സർവശക്തനായ ദൈവ നിനക്ക് വേണ്ടി ഒന്ന് തുറന്നാൽ ആർക്കും അടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനെ എത്ര തന്നെ തകർത്ത് കളയുവാൻ ശത്രു നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദത്തമുള്ളവനെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം അവന് വേണ്ടി വഴികൾ തുറക്കും. ഹല്ലേലൂയ. അതെ, അതിലേക്കുള്ള എൻട്രി തുറക്കുന്നവര് വരെ മാത്രമേ ശത്രുമണ്ഡലത്തിന് നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, സ്തോത്രം, വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ, പക്ഷെ എന്റെ പിന്നാലെ ശത്രുമണ്ഡലം കയറി വരുന്നുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്ന് ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഭാരപ്പെടേണ്ട. അതെ, നിന്റെ പിന്നാലെ ശത്രു കടന്നു വന്നുകൊള്ളട്ടെ, നീ അതിനെ കണ്ട് ഭയപ്പെടേണ്ട. ഉറച്ചു നിൽക്കാനാ പറയുന്നത്, നീ മുന്നോട്ട് പോകാനാ കർത്താവ് പറയുന്ന. കാരണം എന്താ? നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, മോശ കടലിമേ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവന് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലം ആക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞ്. സ്തോത്ര. ഹല്ലേലൂയ. ഒരിക്കലും പിരിയത്തില്ല എന്ന് പറഞ്ഞ, ഒരിക്കലും പിരിഞ്ഞു മാറാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്നതായ ആ പ്രതിസന്ധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്റെ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച്, ഹല്ലേലൂയ, ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ചിലത് നിന്റെ മുമ്പിൽ നിന്ന് പിൻവാങ്ങാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. നിനക്ക് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ, നിനക്ക് മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുവാൻ കഴിയാതെ നിന്നെ മുക്കിക്കളയാൻ നിൽക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ഇനി നിൽക്കാൻ കഴിയാതെ വേണം. അത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന പകൽക്കാലം അത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ദൈവം ഒരു കാറ്റ് നിനക്ക് അനുകൂലപ്പെട്ട് അടിച്ചു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ചിലത് പിൻവാങ്ങി പോകും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ദൈവം ഒരു കാറ്റിനെ അടിപ്പിക്കുന്ന പകൽക്കാലം അത്രേ. നിന്റെ മുമ്പിൽ നിന്ന് ചിലത് പിൻവാങ്ങി പോകും. യേശുവിന്റെ നാമത്തിൽ ഉണങ്ങിയ നിലം ആക്കും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരിക്കലും മാറ്റിയിട്ട് തന്റെ ജനത്തിന് മുന്നോട്ട് കടന്നു പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാനുഷികമായ ബുദ്ധി കൊണ്ട് കഴിയാതെ നിൽക്കുമ്പോ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സർവശക്തനായ ദൈവം തന്റെ ജനത്തിനു വേണ്ടി കിഴക്കൻ കാറ്റിനെ അടിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നപ്പോ കടൽ പിൻവാങ്ങി. ഹല്ലേലൂയ. ഉണങ്ങിയ നിലമായി വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഹല്ലേലൂയ.
അങ്ങനെ നിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂലങ്ങൾ പിൻവാങ്ങിപ്പോകും. ചില പാരമ്പര്യത്തിന്റെ ശക്തി ആയിരിക്കാം, ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ ആയിരിക്കാം, ചില മിശ്രമീയ ശക്തികളായിരിക്കാം. അവർ ഒരിക്കലും പിന്മാറി പോകത്തില്ല, പിൻവാങ്ങി പോകത്തില്ല എന്ന് നീ ചിന്തിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി ഒരു കാറ്റിനെ അടുപ്പിക്കും, ഹല്ലേലൂയ. ചിലത് പിൻവാങ്ങി പോകും, ഹല്ലേലൂയ. നീ ചിലതിന്റെ ഇടം നോക്കും, അതിനെ കാണുക പോലും ഇല്ല എന്ന് പറയുമ്പോ നിനക്കെതിരെ വെല്ലുവിളിച്ച മേഖലയെ നിനക്ക് കാണാൻ കഴിയാതവണ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകത്തക്ക രീതി ദൈവത്തിന്റെ കാറ്റിനെ ഈ പകൽക്കാലം അടുപ്പിക്കും. സ്തോത്രം. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി നടന്നു പോയി. സ്തോത്രം. അതാ ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞത്, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. പ്രതിസന്ധി കഴിഞ്ഞിട്ട് നാം പറയില്ലേ, ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞെങ്കിൽ ദൈവത്തിന്റെ വഴി നമുക്ക് കാണാമായിരുന്നു. ഇല്ല പ്രിയ ദൈവമക്കളെ, ആ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ തന്നെ, മുമ്പും പിൻപും ഇടത്തും വലത്തും പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം വിശ്വസിക്കുക. അങ്ങനെ തന്നെ പ്രതികൂലം മാറിയിട്ട് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമല്ല, പ്രതികൂലം മാറിയിട്ട് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നി കൂടി കടന്നു പോകാമെന്ന് നീ ചിന്തിക്കേണ്ട. പ്രതികൂലം അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നവന്റെ കര ഈ പൽക്കാലം ചലിക്കുക. സ്തോത്രം. പ്രതികൂലം വലുതായിരിക്കാം, ഹല്ലേലൂയ. പക്ഷേ ആ പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കാൻ പോകയാ. മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ പ്രതികൂലം ഒന്ന് മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വാഗ്ദത്തത്തിലേക്ക് കടക്കാമായിരുന്നു, എനിക്കൊന്ന് ഉറച്ചു നിൽക്കാമായിരുന്നു, അടുത്തൊന്ന് സ്റ്റെപ്പ് വയ്ക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയ പൈതലെ, ദൈവാത്മാവ് നിന്നോട് പറയുന്നു, അതേ സ്തോത്രം. പ്രതികൂലം മാറാൻ വേണ്ടി നീ നോക്കണ്ട. പക്ഷെ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന വഴി കൂടി നീ നടന്നു പൊയ്ക്കൊള്ളുക, തയ്യാറായിക്കൊള്ളുക. അതെ, പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴി, നിനക്ക് വാഗ്ദത്തത്തിലേക്ക് കടക്കുവാനുള്ള എൻട്രി എത്രേ. നീ ചിലതിന് വേണ്ടി പകൽക്കാലം ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ഇസ്രായേൽ മക്കൾ കടന്റെ നടുവിൽ, ആ കടല ചെങ്കടല അവർക്ക് പ്രതികൂലമായി നിന്ന അതിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. ഈ പകൽക്കാലം വിശ്വസിക്കാമോ, നീ ചിലതിന്റെ നടുവിൽ കൂടി നടന്ന് വാഗ്ദത്തത്തിലേക്ക് കയറാൻ പോകിയ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കടന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ മാത്രമേ പ്രതികൂലമുള്ളൂ. അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ നിനക്കൊരു ആർപ്പുണ്ട്. ഹല്ലേലൂയ. പൽക്കാലം വിശ്വസിക്കാമോ, ഇവിടെ കരച്ചിലും സങ്കടവും വേദനയും ഭയത്തിന്റെ അനുഭവമൊക്കെയും കടന്റെ ഇക്കരെ നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ അതിന്റെ നടുവിൽ കൂടി നീ കടന്ന് അക്കരെ എത്തുമ്പോ നിനക്കൊരു ആർപ്പിന്റെ അനുഭവം ഉണ്ടാകുക. നിനക്ക് കർത്താവിൽ ഒന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഇന്നത്തെ പ്രതികൂലം നിന്നെ തകർക്കുവാനല്ല, നിന്റെ പ്രതികൂലം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി വാഗ്ദത്തത്തിലേക്ക് എത്തുവാനായിട്ടുള്ള വഴി തുറക്കുവാനായിട്ടുള്ള ഒരു ഇടമത്രേ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കടലിന്റെ നടുവിൽ അവരുടെ മുമ്പിൽ എന്താണ് പ്രതികൂലമായിട്ട് അവരെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു നിന്നതോ അതിന്റെ നടുവിൽ കൂടി, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏത് വിഷയമാണ് നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നത്, ഏത് വിഷയമാണ് നിന്റെ തലമുറകൾക്ക് വാഗ്ദത്തത്തിലേക്ക് കടക്കത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത്, അതിന്റെ നടുവിൽ ഹല്ലേലൂയ, വാഗ്ദത്തമുള്ളതിനെ തടയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. വാഗ്ദത്തമുള്ളതിനെ വഴി തുറക്കുന്നത് സ്വർഗത്തിലെ ദൈവമാകിയ ആ വഴി ആർക്കും അടപ്പാനും കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. പ്രതികൂല അവസാന നിമിഷം വരെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ നടുവിൽ, ഹല്ലേലൂയ, ശത്രു അല്പം ചിരിച്ചെന്നിരിക്കാം, സന്തോഷിച്ചെന്നിരിക്കാം. കാരണം എന്താ, 4 സൈഡിലും പ്രതികൂലമാണ്. ഇനി ഇവൻ കടക്കുന്നത് കാണാം. ഓ, വാഗ്ദത്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി തിരിച്ചത്, ഇപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ പിടിക്കാനായിട്ട് പാഞ്ഞ് കടന്നു വരുന്ന ചിലത് കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, വാഗ്ദത്തമുള്ള നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു വഴി, ഹല്ലേലൂയ, ദൈവം പ്രതികൂലത്തിന്റെ നടുവിൽ
തുറക്കുന്ന വഴിയെ, വാഗ്ദത്തമുള്ള ദൈവ പൈതനെ വാഗ്ദത്തത്തിലേക്കുള്ള എൻട്രി ആയിരിക്കുമ്പോ നിന്നെ പിൻപറ്റി വരുന്ന ശത്രുമണ്ഡലത്തിന്റെ നാശമായിരിക്കും. സ്തോത്ര. ദൈവിക വഴി, ഹല്ലേലൂയ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴിയെ, വാഗ്ദത്തമുള്ള ദൈവ പൈതനെ ഒരു അനുഗ്രഹമായി തീരുമ്പോ, സ്തോത്ര, നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ശത്രുമണ്ഡലത്തിന്റെ നാശമായിരിക്കും. ഹല്ലേലൂയ. അതുവരെ കടന്നു വരും, അതുവരെ കടന്നു വന്നുകൊണ്ടിരിക്കും. ഭാരപ്പെടണ്ട. നിന്റെ പിന്നാലെ കടന്നു വരുന്നത് കണ്ട്, നിനക്കെതിരെ വെല്ലുവിളിക്കുന്നത് കണ്ട് നീ ഭാരപ്പെടണ്ട. അവിടം വരെ വരാനേ കഴിയത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നത്, എബ്രായർക്കെതിരെ ലേഖനത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട്, അവർ നദികളിൽ കൂടി കടക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായർ 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തെ അവർ കരയിൽ എന്നപ്പോടെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമേ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നത് നിനക്ക് വാഗ്ദത്തത്തിലേക്കുള്ള ഒരു എൻട്രിയാ. പക്ഷേ അത് കണ്ടിട്ട് ഇപ്പോ അതിൽ കൂടി കടക്കാം, അക്കരെ എത്താമെന്ന് പറഞ്ഞു വരുന്നതിനെ മുക്കിക്കളയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ അതാ പറഞ്ഞത്, വാഗ്ദത്തമുള്ളവനെ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം ഒരുക്കുന്ന വഴി വാഗ്ദത്തത്തിലേക്കുള്ള ഒരു വഴിയായി തീരുമ്പോ, അനുഗ്രഹത്തിന്റെ വഴിയായി തീരുമ്പോ, ദൈവീയ കരുതന്റെ വഴിയായി തീരുമ്പോ, അതെ, നിന്നെ പിൻപറ്റി വരുന്ന ശത്രുമണ്ഡലത്തിന്റെ തകർച്ചയ്ക്ക് കൂടിയായിരിക്കാം. അതെ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോ നിന്നെ അതുവരെ പിടിച്ച് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്ന ശത്രുവിന്റെ പരാജയം അവിടെ വെച്ച് തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട, അതുവരെ വരും. കാരണം എന്താ? സ്തോത്രം. നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, അതേ, സ്തോത്രം, ചെങ്കടലിൽ കൂടി കടന്നു. ചെങ്കടലിൽ കൂടി നീ ചിലത് കടക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിൽ കൂടി നീ കടക്കാൻ പോകുക. അവിടെ കാണുന്നു, അത് മിസ്രൈമേ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അതേ, സ്തോത്രം. നിന്നെ പിൻപറ്റി വരുന്ന ചിലത് അത് ചെയ്യാം. അയ്യോ, അവർക്ക് വേണ്ടി വഴി തുറന്നല്ലോ, അതിൽ കൂടി എനിക്ക് കൂടെ അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, ദൈവം ക്ലോസ് ചെയ്യേണ്ടതിനെ ക്ലോസ് ചെയ്യും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക. സ്തോത്ര. ഒരു ദൈവ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരാ. സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അതേ, സ്തോത്ര. സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു, സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. ഹല്ലേലൂയ. ഈ പൽക്കലം നിന്റെ മുമ്പിൽ നിൽക്കുന്ന സമുദ്രമായിരിക്കുന്ന പ്രതികൂല സന്ധിയെ, ഹല്ലേലൂയ, ദൈവം ഉണങ്ങിയ നിലമാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരാം. അവർ കാൽനടയായി നദി കടന്നുപോയി. പ്രിയ ദൈവമക്കളെ, നീ ചിലതിന്റെ മധ്യ കൂടെ നടന്നു പോകത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവർ കാൽനടയായി നദി കടന്നുപോയി. നീ ചില നദികൾ കടക്കും. ഹല്ലേലൂയ. നീ ചില നദികൾ കടന്ന് ദൈവിക വാഗ്ദത്തത്തിലേക്ക് നീ കടക്കുമെന്ന് വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതെ, ഇപ്പുറത്ത് നിന്ന് നീ കരയുവാനായിട്ട് ഒരു ടൈം കാണുമായിരിക്കാം, നിലവിളിക്കുവാൻ ഒരു ടൈം കാണുമായിരിക്കാം, ശത്രുമണ്ഡലത്തെ കണ്ട് വേദനിക്കുവാനും ഭയപ്പെടുവാനും നിനക്കൊരു ടൈം കാണുമായിരിക്കാം. പക്ഷേ എന്നും നീ അവിടെ നിന്ന് കരയുവാനല്ല, എന്നും ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടുവാനല്ല, നീ ആ നദിയെ കാൽനടയായി നടന്ന് കയറും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളിലേക്ക് കയറേണ്ടതിനായിട്ട് ചിലർക്ക് വേണ്ടി ഈ പകൽക്കാല പരിശുദ്ധാത്മ ചില വഴികളെ തുറക്കിയ, നീ ചില നദികൾ കടന്ന് വാഗ്ദത്തത്തിലേക്ക് കയറുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു, അവിടെ നാം അവനിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. അതേ, ദൈവത്തിൽ സന്തോഷിക്കുക. ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചതുപോലെ പ്രിയ ദൈവമക്കളെ, നീ വാഗ്ദത്തത്തിലേക്ക് കയറിയിട്ട് നീ കർത്താവിൽ സന്തോഷിക്കേണ്ടതിന് വേണ്ടി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു വഴി, സമുദ്രത്തിൽ പെരുവഴി ഉണ്ടാക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഈ പകൽക്കാലം സ്തോത്രം, നിനക്ക് വേണ്ടി ഒരു പെരുവഴിയെ ദൈവം തുറക്കാൻ പോകും.
പോകുക. നീ ഒത്തിരി നാളായിട്ട് മുമ്പിൽ നടക്കുന്ന കാണുന്ന ചെങ്കടനെ കണ്ട് ഭയപ്പെടുന്നില്ലേ? പിന്നെ കടന്നു വരുന്ന മിസ്രൈമിനെ കണ്ട് നീ ഭയപ്പെടുന്നില്ലേ? ചില രോഗങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ? ചില വെല്ലുവിളികൾ നിന്നെ വേദനിപ്പിക്കുന്നില്ലേ? പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതൊക്കെയും അവിടെ കൊണ്ട് തീർന്നുകൊണ്ട് ചില വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് കയറ്റുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നീ കടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുക. അവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, ഇസ്രായേൽ മക്കൾ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. അവരുടെ ഇടത്തും വെള്ളത്തും വെള്ളം മതിലായി നിന്നു. അവരുടെ മുമ്പിൽ നിന്ന് ആ പ്രതിസന്ധി അവർക്ക് മതിലായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? വെള്ളത്തെ മതിലാക്കി നിർത്തി ഇസ്രായേൽ ജനതയെ വാഗ്ദത്തത്തിലേക്ക് ദൈവം കയറ്റി വിട്ടുവെങ്കിലും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമല്ല. സ്തോത്രം. ചുറ്റുപാടുമുള്ളവർ കാണുമ്പോ നീ നിൽക്കുന്ന 4 പ്രതികൂലത്തിന്റെയും നടുവിലായിരിക്കാം. പ്രതിസന്ധിയുടെ മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കാം. എല്ലാ വാതിലുകളും അടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം. കേട്ട വാഗ്ദത്തം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. പലരോട് പറഞ്ഞു കാണുമായിരിക്കാം, എന്റെ മേൽ കടക്കുന്ന വാഗ്ദത്തം ഇതാണെന്ന്. സ്തോത്രം. നീ പക്ഷെ ചെങ്കന്റെ മുമ്പിൽ നിൽക്കുമ്പോ രഹസ്യമായി പരസ്യമായി മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കാം, വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് കണ്ടില്ലേ? ചെങ്കന്റെ മുമ്പിൽ നിൽക്കുന്നു, അനങ്ങാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. പലതും നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. പല സ്തോത്ര വാക്കുകളും നിനക്കെതിരെ മൂർച്ചയെ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ആ പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നീ നടന്നു പോകത്തക്ക രീതിയിൽ നിന്നെ പിന്നിൽ നിന്ന് വരുന്നവർ കണ്ട് ഹല്ലേലൂയ അവർ ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം ചലിക്കും. ഇവിടെ വചനത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുന്നു, മിസ്രൈമയുടെ കയ്യിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. മിസ്രൈമെ കടക്കരെ ചത്തു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു. നിന്നെ പിൻപറ്റി വരുന്നതിനെ കണ്ട് നീ ഭാരപ്പെടേണ്ട. കാരണം എന്താ? നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന അവർ കാണണം. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവ പൈതന് വേണ്ടി തുറക്കുന്ന വഴി നിനക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തിന്റെ വഴിയായി തീരുമ്പോ നിന്നെ അതുവരെ പിടിച്ചു വച്ച് നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്നെ വേദനിപ്പിച്ച, നിന്നെ ഞെരുക്കിയ, നിന്നെ കണ്ണുനീര് വീഴ്ത്തിയ, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് നിന്റെ പിന്നാലെ കടന്നു വന്ന ശത്രുമണ്ഡലത്തിന്റെ പരാജയം അത്രേ. ഒരു ദൈവ പൈതന് വഴി വാഗ്ദത്തത്തിന് വേണ്ടി അനുഗ്രഹമായി തുറക്കുമ്പോ അതേ പിന്നിൽ നിന്ന് കടന്നു വരുന്ന നിന്നെക്കെതിരായി നിൽക്കുന്ന ശത്രുമണ്ഡലത്തിന്റെ ഒരു തകർച്ചയായിരിക്കും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, നീ ദുഷ്ടന്റെ ഇടം നോക്കും, അവനെ കാണുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കിയതിനെ നിനക്ക് കാണാൻ കഴിയാത്തവണ്ണ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. വിളിച്ചു കൊള്ളട്ടെ. നിനക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നു വന്നു കൊള്ളട്ടെ. നീ ഭാരപ്പെടേണ്ട. നീ ഉറച്ചു നിന്നുകൊണ്ട് നീ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കേ. നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ അടുക്കലോളം എത്തുവാനായിട്ട് ഇടയായി തീർന്നിരിക്കാം. പക്ഷെ നിന്റെ അടുക്കൽ വരാൻ കഴിയാതെ വണ്ണം മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, രാത്രി മുഴുവനും മിസ്രൈമയുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് നീ കാലെടുത്ത് വയ്ക്കുന്ന നിമിഷം വരെയും ദൈവം നിന്നെ കാക്കേണ്ടതിനായിട്ട് ദൈവം അതിന്റെ മധ്യേ നിൽക്കും. ഹല്ലേലൂയ. നിന്നോട് അടുക്കാൻ കഴിയാതവണ, നിന്നെ തൊടാൻ കഴിയാതവണ, നിന്നിലുള്ള ഒറ്റെണ്ണത്തിനെ പോലും സ്പർശിക്കുവാൻ അനുവദിക്കാതവണ അതിന്റെ മധ്യേ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തമുള്ള ദൈവ പൈതനെ ഈ ലോകത്തിലെ ശക്തിക്ക് തൊടാൻ കഴിയത്തില്ല. പിൻപറ്റി വരാൻ കഴിയുമായിരിക്കാം, പിടിക്കുമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. പക്ഷേ ആ ആഗ്രഹങ്ങളെ വിഫലമാക്കിക്കൊണ്ട് നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്നു, ആ രാത്രി മുഴുവന് മിസ്രൈമ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ അത് അവയുടെ മധ്യേ വന്നു നിന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക, നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുന്ന നിമിഷം വരെ നിന്റെ അടുക്കിലേക്ക് ശത്രുവിന് എത്തുവാൻ കഴിയാതവണ എന്റെ ദൈവം തീ മതിലായി അതിന്റെ മധ്യേ നിൽക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക. ഹല്ലേലൂയ. ദയിപ്പിക്കുന്ന അഗ്നിയായി അവൻ നിനക്ക് മുമ്പായി നടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക.
പ്രിയ ദൈവ പൈതലേ ഹല്ലേലൂയ, നീ ഭയപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട, നീ ഉറച്ചു നിൽക്ക. സ്തോത്രം. നമ്മോട് ഉള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പും ആ ധൈര്യവും നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ സർവശക്തനായ ദൈവ നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ അതുവരെ കാണാത്തൊരു വഴി, നീ ഇതുവരെ നടക്കാത്തൊരു വഴി, നീ ഇതുവരെ കേൾക്കാത്തൊരു വഴി. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രതികൂലത്തിന്റെ നടുവിൽ തന്നെ ദൈവം തുറക്കും. ഹല്ലേലൂയ. അതിന്റെ ഒരു ചെളിയോ ചേറോ പോലും അവരുടെ കാൽ എത്താതെ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൽ അധികമായിട്ട് അങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. പ്രതികൂലം വർദ്ധിക്കുന്നുണ്ടല്ലേ? 4 ചുറ്റുപാട് നിന്ന് തീ പോലെ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയ കുഞ്ഞെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതികൂലം വർദ്ധിക്കുമ്പോൾ നീ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം, നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ സമയമായി. ഓ ഹല്ലേലൂയ. ഈ പകൽക്കാലം ആരെയൊക്കെയോ പരിശുദ്ധാത്മ ഉറപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലായിരിക്കാം. മുമ്പിലും പിന്നിലും എല്ലാം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിരിക്കുമ്പോ, ഹല്ലേലൂയ, വാഗ്ദത്തം ഉണ്ടായിരിക്കുമ്പോ തന്നെ ഉള്ളിലകത്തൊരു ചഞ്ചലപ്പ് കടന്നു വരുന്നുണ്ടായിരിക്കാം. അപ്പാ, ഞാൻ വാഗ്ദത്തം കേട്ടല്ലേ ഇറങ്ങിയത്. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ദൈവശബ്ദം കേട്ടല്ലോ. എന്താ കർത്താവേ, ഞാൻ നിൽക്കുന്ന ഈ സാഹചര്യമാണല്ലോ എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഉള്ളിന്റെ ഉള്ളിൽ നിനക്കൊരു സ്തോത്ര വേദനകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നീ അതിനൊക്കെ തുറച്ചു നിൽക്കേ. പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോ, പ്രതികൂലങ്ങൾ നിനക്കെതിരായി ആഞ്ഞടിച്ച് കയറി വരുമ്പോ, അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവം, ശത്രുവിന്റെ ശത്രു ഒരുക്കുന്ന വൈരികൾ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവം, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ടിടയായി തീരും. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാലം ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയ ദൈവമേ, നീ നദികളിൽ കൂടി കടക്കുവാനായിട്ടിടയെത്തില്ല. സമുദ്രത്തിൽ പെരുവഴി ഒരുക്കിയതായ ദൈവം ഈ പകൽക്കാലം, സ്തോത്ര, നീ കാണുന്നത് സമുദ്രമായിരിക്കാം. സ്തോത്ര. കാറ്റടിച്ച് ഇളകി മറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന കടത്തിരകളെ ആയിരിക്കാം കാണുന്നത്. പക്ഷേ ആ കടത്തിരക്കകത്ത്, ഹല്ലേലൂയ, അതേ കടലിൽ കൂടി കടന്നു വന്ന് എന്റെ കർത്താവ് കടന്നു വന്ന് പത്രോസിന്റെ കരത്തിൽ പിടിച്ചതുപോലെ, പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാല, ഹല്ലേലൂയ, ആ തിരക്ക് അകത്തുകൂടി നിനക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ പകൽക്കാലം അങ്ങനെ അങ്ങ് വിശ്വസിക്കേ. സ്തോത്രം. ഒരു ദൈവ പ്രവൃത്തി, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രയും. ഒത്തിരി നീ കരഞ്ഞില്ലേ, ഒത്തിരി ഭാരപ്പെട്ടില്ലേ, ഒത്തിരി നെടുവീർപ്പിട്ടില്ലേ. സ്തോത്രം. ആ ഒരു ടൈം കഴിഞ്ഞു. ഇനി നീ ഭയപ്പെടാതെ വേണ, നീ കർത്താവിൽ സന്തോഷിക്കത്തക്ക രീതി, കർത്താവിൽ ആനന്ദിക്കത്തക്ക രീതി ദൈവത്തിന്റെ അത്ഭുത വഴികളെ ദൈവം തുറക്കുവാനായിട്ടിടയത്തിന് വാഗ്ദത്തത്തിനുള്ള വഴി തുറക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒത്തിരി നീ ശ്രമിച്ചിട്ട് നിനക്ക് മുന്നോട്ട് വഴി തുറന്ന് കാണാൻ കഴിയാതെ വേണ അടയ്ക്കപ്പെട്ടു എങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിന്റെ നടുവിൽ കൂടെ, നിന്റെ മുമ്പിൽ പ്രതികൂലമായ നിന്ന അതിന്റെ നടുവിൽ കൂടെ നീ ഉണങ്ങിയ നിലത്തുകൂടെ വാഗ്ദത്തത്തിലേക്ക് നീ കടക്കും. ഈ പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നിന്റെ പ്രതികൂലം നിന്നെ തകർക്കുവാനല്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന, സ്തോത്ര, ഹല്ലേലൂയ, പ്രതിസന്ധി നിന്നെ തകർക്കുവാനായിട്ടുള്ള, നിനക്ക് വേണ്ടി വാഗ്ദത്തത്തിന്റെ വഴി തുറക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം അത്രേ. അങ്ങനെയൊക്കെ ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. പ്രതിസന്ധിയുടെ നടുവേ ദൈവം നിങ്ങൾക്കായി വഴി തുറക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ ദൈവം മതിലാക്കി നിർത്തിക്കൊണ്ട് നിന്നെ അക്കരെ എത്തിക്കുവാനായിട്ടിടയെത്തിന. നീ എത്ര തന്നെ കടക്കത്തില്ല എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, നിന്നെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ മൂടി വയ്ക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നീ അത് കടക്കുന്നത് വരെ മാത്രമേ നിനക്ക് നിലവിളിയുള്ളൂ, വേദനയുള്ളൂ, പ്രയാസമുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നീ അത് കടക്കുന്ന ഒരു ടൈം ഉണ്ട്. ഹല്ലേലൂയ. നീ അത് കടക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. അവർ നദികളിൽ കൂടി കടന്നു പോയി. ഹല്ലേലൂയ. ആ വിഷയങ്ങളുടെ നടുവിൽ കൂടി നീ നടക്കും. പ്രിയ ദൈവമക്കളെ, അതിന് ഒരു കേടും പറ്റാ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അതിന്റെ ഒരു ചേറും നിന്റെ ശരീരത്തിൽ പിറല ദൈവം അനുവദിക്കത്തില്ല. നീ അതിന്റെ നടുവിൽ കൂടി നടന്ന്, സ്തോത്ര, ഹല്ലേലൂയ, നീ എത്തേണ്ടടുത്ത് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ശത്രു അത് കാണുവാനായിട്ട് ഇടയായിത്തീരാ. മിസ്രൈമ്യർ അതിന്റെ നടുവിൽ കൂടെ അതിലേക്ക് കടന്നു വരുവാൻ നോക്കിക്കഴിഞ്ഞപ്പോ അവരെ ദൈവം മുക്കി
കളഞ്ഞുവെങ്കിൽ അതേ നിന്റെ വാഗ്ദത്തത്തിലേക്ക് എൻട്രിയിലേക്ക് നീ കടക്കുന്നൊരു വര മാത്രമേ ശത്രു മണ്ഡലത്തിനെ നിന്നെ ഫോളോ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട. നിന്റെ പിന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. കാരണം നമുക്ക് കർത്താവിനെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവിന്റെ ക്രൂശിൽ തറയ്ക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പിതാവിന്റെ നിയോഗത്തോട് കൂടെ. പക്ഷെ ശത്രു അവിടെ ജയിച്ചു. അവനെ ക്രൂശി തൂക്കിയല്ലെന്ന് ചിന്തിക്കുമ്പോൾ ആ കാൽവരി ക്രൂശിൽ വച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ശത്രുവിന്റെ തലയെ തകർത്തു. നിന്റെ മേൽ കിടക്കുന്ന നിയോഗം വര മാത്രമേ ശത്രുവിന് വെല്ലുവിളിയുമായിട്ട് നിന്റെ മുമ്പാകെ വരാൻ കഴിയത്തുള്ളൂ. നിന്റെ മുമ്പേ ഹല്ലേലൂയ വഴികളെ ദൈവം തുറക്കുമ്പോ ശത്രുമണ്ഡലം പരാജയപ്പെട്ടിരിക്കും. നിനക്ക് സ്വസ്ഥതയോടെ ചിലർത്തായിരിക്കുവാൻ ദൈവം ഇടയാക്കും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവായ യേശു കർത്താവ് ശത്രുവിന്റെ തലയെ തകർക്കുവാനായിട്ട് ഇടയെത്തുന്നു. തന്റെ മേൽ കിടന്ന ദൗത്യങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പിതാവ് എന്ത് ദൗത്യത്തോടു കൂടെ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചോ. ഹല്ലേലൂയ ക്രൂശോട് കൂടി സകലതും തീർന്നു എന്ന് ശത്രു വാദിച്ചപ്പോ അവന്റെ തലയെ തകർത്തുകൊണ്ട് കർത്താവ് ജയിച്ചു പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിലേക്ക് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം വരെ മാത്രമേ നിന്നെ ശത്രുവിന് ഫോളോ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അവിടെ വെച്ച് നിന്നെ ശത്രുവിനെ തകർത്തുകൊണ്ട് നിന്നെ വാഗ്ദത്തത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് മുമ്പിൽ പിന്നിലും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നീ ഭാരപ്പെടേണ്ട. നീ പകൽക്കാലം കടന്നു പോകുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. മുമ്പിലും പിൻപിലും ഇടത്തും വലത്തും പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം തന്റെ ജനം. ഈ പൽക്കലം ഈ ശബ്ദം അവർ ശ്രമിക്കുമ്പോൾ ആ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ, ആ കടന്റെ നടുവിൽ കൂടെ, ഉണങ്ങിയ നിലത്തുകൂടെ അവർ നടന്നു പോയി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന തന്റെ ജനത്തിന്റെ വെളിപ്പെടട്ടെ. ആ പ്രതികൂലം തകർക്കാനല്ല, ഈ പ്രതികൂലത്തിന്റെ നടുവ് വഴി തുറക്കുന്ന ഉടയവനെ കാണുക. ഞാൻ തന്നെ വഴിയെന്ന് അരുളി ചെയ്ത ആ കർത്താവ് വഴി തുറക്കുന്നത് കാണുക. ആ ഒരുക്കുന്ന വഴി കൂടെ വാഗ്ദത്തത്തിലേക്ക് ഇവര് കടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്ക്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ പ്രതികൂലത്തിന്റെ നടുവ് ഈ പകൽക്കാല തന്റെ ജനത്തിന്റെ മേൽ ഹല്ലേലൂയ ഒരു വഴി തുറന്നു വരട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇവര് വാഗ്ദത്തങ്ങളിലേക്ക് കയറട്ടെ കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനെ സ്തോത്ര മാനവും മഹത്വം പൊഴിച്ച് അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.